Hi dear all, welcome to SAS Academy. അപ്പോൾ ഇന്ന് നമ്മൾ SLCയിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസസ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപബലം അതിൻ്റെ ഉപയോഗങ്ങൾ അതിനെക്കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപബലം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരു കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഒരു ചാലകത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? താപമുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലാന്നുണ്ടെങ്കിൽ വൈദ്യുതിയുടെ താപബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. വൈദ്യുതിയുടെ താപബലത്തെ സൂചിപ്പിക്കുന്ന ഇക്വേഷനാണ് ജൂൾസ് ലോ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് H = I²RT ആണ്. അതായത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗം, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഒഴുകുന്ന സമയം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു കണ്ടക്ടറിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടായിരിക്കും അല്ലേ. അതിലൊന്നാണ് അയൺ ബോക്സ്, അതേപോലെ തന്നെ ഒന്നാണ് ഇലക്ട്രിക് ഹീറ്റർ. ഓക്കെ, ഇത് രണ്ടും അപ്പം എന്താണ്? നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നു, അയൺ ബോക്സ് ആയാലും ഇലക്ട്രിക് ഹീറ്റർ ആയാലും സ്വിച്ച് ഓൺ ആക്കുന്നു, അതിലൂടെ വൈദ്യുതി പാസ് ചെയ്യുന്നു, നമുക്ക് ഹീറ്റ് കിട്ടുന്നു അല്ലേ. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ ഹീറ്റ് ഉണ്ടാകുന്നത് എന്ന്? അയൺ ബോക്സിലായാലും ഇലക്ട്രിക് ഹീറ്ററിലായാലും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ താപം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നോക്കാം നമുക്ക് എന്താണ് കാര്യങ്ങൾ. ഓക്കെ, അതിന് മുന്നേ അപ്പോൾ ഇങ്ങനെ വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ അയൺ ബോക്സിനെ പോലെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഹീറ്ററിനെ പോലെ വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. അവിടെ വൈദ്യുതോർജ്ജം എന്തായിട്ടാണ് കൺവേർട്ട് ആവുന്നത്? താപോർജ്ജമായിട്ട് കൺവേർട്ട് ആവും. വൈദ്യുത താപന ഉപകരണങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ദ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് അല്ലെങ്കിൽ വൈദ്യുത താപന ഉപകരണങ്ങൾ. ഇവിടെ ഇലക്ട്രിക് എനർജി ഈസ് കൺവേർട്ടിംഗ് ടു ഹീറ്റിംഗ് എനർജി, അതായത് വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് കൺവേർട്ട് ആവുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് കൺവേർട്ട് ആവുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ഹീറ്ററാണ്. ഈ ഹീറ്ററിൻ്റെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരു റെഡ് കളറിലൊരു കോയിലുണ്ട് അല്ലേ. ഈ റെഡ് കളറിലുള്ള കോയിൽ, ഇതിനെയാണ് നമ്മൾ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് ഹീറ്റർ ആയാലും ശരി, അതേപോലെ തന്നെ നമ്മൾ അയൺ ബോക്സ് ആയാലും ശരി, അവിടെ ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ വൈദ്യുതി കടന്നു പോകുമ്പം ഈ ഹീറ്റിംഗ് കോയിലാണ് എന്താവുന്നത്? ചൂടാവുന്നത്. ഓക്കെ, ഈ ഹീറ്റിംഗ് കോയിൽ ഒരു കണ്ടക്ടർ ആയിരിക്കും. ഈ കണ്ടക്ടർ മെയിനായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീറ്റിംഗ് കോയിൽ നിക്രോം ആണ്. നിക്രോം നമുക്കറിയാം. നിക്രോം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ അലോയ്. ഏതിൻ്റെയൊക്കെ അലോയ് ആണോ നോക്കൂ? നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഇതിൻ്റെ അലോയ് ആണ് നിക്രോം എന്ന് പറയുന്നത്. അതിൽ മെയിൻ മെറ്റൽ കണ്ടന്റ് എന്ന് പറയുന്നത് നിക്കൽ ആയിരിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ നിക്രോം നമ്മൾ ഇതിൽ യൂസ് ചെയ്യാനുള്ളത്? അതായത് ഹീറ്റിംഗ് കോയിലായിട്ട് നിക്രോം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിക്രോമിന് കുറച്ച് സവിശേഷതകൾ, പ്രോപ്പർട്ടീസ് വേണം. അതെന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെയാണ് ഉയർന്ന റെസിസ്റ്റിവിറ്റി അല്ലേ. നമ്മൾക്ക് അറിയാം നിക്രോം വയറിന് റെസിസ്റ്റൻസ് കൂടുതലാണ് അല്ലേ. അതായത് പ്രതിരോധം കൂടുതലാണ്. പ്രതിരോധം കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റിയും കൂടും. അതേപോലെ തന്നെയാണ് ഉയർന്ന ദ്രവണാങ്കം, ഹയർ മെൽറ്റിംഗ് പോയിന്റ്. അതായത് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്ര നമ്മൾ കൂടുതൽ നേരം ചൂടാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിക്രോം ഉരുകുന്നത് അല്ലേ. അതുപോലെ കൂടുതൽ നേരം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള കഴിവ്. ഒരുപാട് നേരം ഒരു റെഡ് ഹോട്ട് കണ്ടീഷൻ, ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സിഡേഷൻ ഒന്നും ഇല്ലാണ്ട് നിൽക്കാനുള്ള കഴിവ്, അതും നിക്രോം വയറിൻ്റെ ഒരു സവിശേഷതയാണ്. അതുപോലെ ഡക്റ്റിലിറ്റി നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാകും. എന്താണ് ഡക്റ്റിലിറ്റി? ഡക്റ്റിലിറ്റിയുടെ മലയാളത്തിലും ഡക്റ്റിലിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ്? അതായത് ലോഹങ്ങളെ വലിച്ചു നീട്ടാനുള്ള കഴിവ് അല്ലേ. അപ്പം നിക്രോം നല്ല ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റലും ഒരു അലോയും കൂടിയാണ്.
അപ്പോൾ ഈ 4 സവിശേഷതകളാണ് നിക്രോം വയറിനെ നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഉയർന്ന റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഹയർ റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം അല്ലെങ്കിൽ ഹയർ മെൽറ്റിംഗ് പോയിന്റ്, അതേപോലെ തന്നെ കൂടുതൽ നേരം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിൽക്കാനുള്ള കഴിവ്, എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഓക്സിഡേഷൻ. അതേപോലെ 4ാമത്തെ പോയിന്റ് ആണ് ഹൈ ഡക്റ്റിലിറ്റി. ഈ 4 സവിശേഷതകളാണ് നിക്രോം വയറിനെ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ഇൻഡക്ഷൻ കുക്കർ, അതേപോലെ തന്നെയാണ് മൈക്രോവേവ് ഓവൻ. ഇത് രണ്ടും എഗെയിൻ എന്താണ്? വൈദ്യുതിയുടെ താപബലം, അതായത് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗപ്പെടുത്തുന്ന ഹോം അപ്ലയൻസസ് ആണ് അല്ലേ? ഇൻഡക്ഷൻ കുക്കർ ആയാലും മൈക്രോവേവ് ഓവൻ ആയാലും. പക്ഷേ ഇവിടെ രണ്ടിലും എന്തില്ല? ഹീറ്റിംഗ് കോയിൽ ഇല്ല. ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നത്, അതായത് വൈദ്യുതിയുടെ ബലം ഉപയോഗപ്പെടുത്തുന്ന, അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപം, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അയൺ ബോക്സ് ആയാലും ഇലക്ട്രിക് ഹീറ്റർ ആയാലും അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ടായിരുന്നു. ഈ കോയിൽ ചൂടാവുന്നത് വഴിയാണ് എന്ത് കിട്ടുന്നത്? താപം അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാവുന്നത്. പക്ഷേ ഇൻഡക്ഷൻ കുക്കർ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഹീറ്റിംഗ് കോയിലല്ല, എഡ്ഡി കറന്റ് എന്നുള്ളൊരു പ്രതിഭാസം കാരണമാണ് ഇൻഡക്ഷൻ കുക്കർ എന്ത് സംഭവിക്കുന്നത്? ചൂടാവുന്നത്. അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രയോജനപ്പെടുത്തുന്ന മൈക്രോവേവുകളെയാണ്. അപ്പം ശ്രദ്ധിക്കുക, ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനുകളും എന്താണ്? ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത വൈദ്യുത താപന ഉപകരണങ്ങളാണ്. ദേ ആർ നോട്ട് ഹാവിങ് എനി ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത ഇലക്ട്രിക്കൽ അപ്ലയൻസസുകളാണ് ഇൻഡക്ഷൻ കുക്കറുകളും മൈക്രോവേവ് ഓവനും. ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് ചൂടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ഹീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഡ്ഡി കറന്റ് ഉപയോഗിച്ചിട്ടാണ്. മൈക്രോവേവ് ഓവനിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ മൈക്രോവേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത ഇലക്ട്രിക്കൽ അപ്ലയൻസസുകളാണ് ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനും. ഓക്കെ, ഇനി അടുത്ത വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണമാണ്, നമുക്ക് എപ്പോഴും വീട്ടിൽ എല്ലാവരും അറിയും അല്ലേ? എന്താണ്? സേഫ്റ്റി ഫ്യൂസ് ആണല്ലോ. സേഫ്റ്റി ഫ്യൂസ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സേഫ്റ്റി ഫ്യൂസ് എന്തിനാണ്? നമുക്കറിയാം, ചില സമയത്ത് നമ്മൾ വീട്ടിൽ ചില സ്വിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് സംഭവിക്കും? ഫ്യൂസ് കട്ടായി പോകും അല്ലേ? അപ്പോൾ നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്ന് പ്ലഗിന്ന് വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കാണുന്നത്? ഇതേപോലെ ഒരു കമ്പി കാണും അല്ലേ? ഒരു വളരെ നേരത്തെ കമ്പി 2 എൻഡിലുമായിട്ട് അതിന് കണക്ട് ചെയ്തിട്ടുള്ള, കാരിയർ ബേസിൻ്റെ 2 എൻഡിലുമായിട്ട് വളരെ കനം കുറഞ്ഞിട്ടുള്ള ഒരു കമ്പി കണക്ട് ചെയ്തതായിട്ട് കാണും. അതിനാണ് നമ്മൾ ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഈ ഫ്യൂസ് വയർ ആക്ച്വലി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു അലോയാണ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും അലോയാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടക്ടർ ആയിരിക്കും അല്ലേ? ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം അവിടെ താപം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ഹീറ്റിലാണ് എന്ത് സംഭവിക്കുക? അങ്ങനെയാണ് എന്ത്? ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് നമ്മളെ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തുണ്ടാവുന്നുണ്ട്? അവിടെ താപം അല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കുറേ താപം അതിലൂടെ പാസ് ചെയ്ത്, കുറേ ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ എന്തുണ്ടാവും? നന്നായിട്ട് താപം പ്രൊഡ്യൂസ് ആവും അല്ലേ? നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആവും. നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആകുമ്പം എന്ത് സംഭവിക്കും? ചില സമയത്ത് ഈ ഫ്യൂസ് വയർ ഉരുകിപ്പോവും, മെൽറ്റായി പോവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്ത്? ഫ്യൂസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസ് പോയി കഴിഞ്ഞാൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്യൂസ് കമ്പി കട്ടായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, മുറിഞ്ഞു പോയിരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ? അതിനാണ് നമ്മൾ ഫ്യൂസ് പോയി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നന്നായിട്ട് താപം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഫ്യൂസ് വയർ ഉരുകിപ്പോവും, മെൽറ്റായിട്ട് അതവിടെ ബ്രേക്ക് ആവും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്യൂസ് കട്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് താപം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരുക്കി പോകണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഫ്യൂസ് വയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും അല്ലേ? നമ്മൾ നിക്രോമിൻ്റെ എന്ത് പറഞ്ഞു? കുറേ നേരം റെഡ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്? അതിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. പക്ഷേ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അതേപോലെ തന്നെ അങ്ങനെ കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒരുപാട് ഹീറ്റ് അവിടെ അല്ലെങ്കിൽ താപം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്? അത് മെൽറ്റായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും
സേഫ്റ്റി ഫ്യൂസുകൾക്ക് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂസ് വയറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ താഴ്ന്ന ദ്രവണാങ്കമാണ് ഫ്യൂസ് വയറിൽ യൂസ് ചെയ്യുന്ന ടിന്ന്, ലെഡ് എന്നീ പറഞ്ഞ അലോയികളുടെ പ്രത്യേകത. എന്താണ്? ദേ ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്, താഴ്ന്ന ദ്രവണാങ്കം ഉള്ള ആളുകളായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി ഈ ഫ്യൂസ് കട്ടാവുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. സർക്യൂട്ടിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പം എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു താപം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സമയത്തും ഈ താപം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന താപം, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ പ്രേക്ഷണം ചെയ്യപ്പെടും. ഓക്കെ, പക്ഷെ അതിന് ഇപ്പോൾ ഓരോ സർക്യൂട്ടിലും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇത്ര കറണ്ടാണ് ഇതിലൂടെ പാസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇപ്പം ചിലതിനാണെന്നുണ്ടെങ്കിൽ ഒരു 500 ആംപിയർ കറണ്ട് ആണ് ഇതിലൂടെ പാസ് ചെയ്യാന്നുണ്ടായിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഒരുപാട് ഹീറ്റ് അല്ലെങ്കിൽ ഒരുപാട് താപം ഉണ്ടാവും അല്ലേ. അപ്പം എന്താണ്, പ്രേക്ഷണം വഴി നഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പം നമ്മൾ പറഞ്ഞു ഫ്യൂസ് വയറിന് മെൽറ്റിംഗ് പോയിന്റ് കുറവായത് കൊണ്ട് തന്നെ ഫ്യൂസ് വയർ എന്ത് ചെയ്യും, ഉരുകിപ്പോവും. ഓക്കെ, അപ്പം സർക്യൂട്ടിൽ അനുവദനീയമായതിൽ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ക്രമത്തിലധികം താപം ഉണ്ടാകുന്നു. അപ്പോൾ പ്രേക്ഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഫ്യൂസ് വയർ കട്ടായി പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ when the current that flows into the circuit exceeds the permissible limit, the heat generated becomes excessive. അല്ലേ, when the current that flows into the circuit exceeds, കറണ്ട് സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എക്സീഡ് ചെയ്യുമ്പോൾ, ദ പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതൽ എക്സീഡ് ചെയ്യുമ്പോൾ ദ ഹീറ്റ് ജനറേറ്റഡ് ബിക്കംസ് എക്സസീവ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന താപം കൂടുതലായിരിക്കും. സിൻസ് മോർ ഹീറ്റ് ഈസ് ജനറേറ്റഡ് ഇൻ യൂണിറ്റ് ടൈം, യൂണിറ്റ് ടൈമിൽ ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ദാൻ ദ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് ടൈമിൽ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് വയർ മെൽറ്റായി പോവും. അങ്ങനെ എന്താണ്, കൂടുതൽ വൈദ്യുതി നമ്മുടെ ഉപകരണങ്ങളിലേക്ക് എത്തുന്നത് തടയും. അങ്ങനെ ഉപകരണങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് അപ്പോൾ ആക്ച്വലി ഒരു സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ ഒരു സുരക്ഷാ ഫ്യൂസിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് ഇതിനെ സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസ് എന്ന് വിളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആക്ച്വലി നമ്മുടെ ഉപകരണങ്ങളെയും അതേപോലെ തന്നെ നമ്മളെയും സംരക്ഷിക്കുകയാണ്. കൂടുതൽ വൈദ്യുതി പ്രവഹിക്കുന്നതിൽ നിന്ന് നമ്മളെയും നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഇതിനെ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മെയും ഉപകരണങ്ങളെയും രക്ഷിക്കാനുള്ള സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ്. എങ്ങനെയാണപ്പോൾ ആ സുരക്ഷാ ഫ്യൂസ് നമ്മളെ രക്ഷിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് which protects us and the appliances from danger when an excess current flows through the circuit. Okay, ഇനി രണ്ട് തരത്തിലാണ് ഒരു സർക്യൂട്ടിലൂടെ എക്സസ് കറണ്ട് ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാകും, കടകൾ കത്തി നശിക്കുന്നു അല്ലെങ്കിൽ വീട് കത്തി നശിച്ചു, കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഈ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും നോക്കാം. ഈ ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങുമാണ് ഒരു ഉപകരണത്തിൽ അല്ലെങ്കിൽ എക്സസ് ആയിട്ട് വൈദ്യുതി പ്രവഹിക്കുന്നതിനുള്ള രണ്ട് കാരണങ്ങളാണ് ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും. അപ്പോൾ എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് നമുക്ക് നോക്കാം അല്ലേ. നോക്കൂ നിങ്ങൾ ഈ ചിത്രം, ഒരു നോർമൽ സർക്യൂട്ടും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഷോർട്ട് സർക്യൂട്ടും തന്നിട്ടുണ്ട്. എന്താണ് വ്യത്യാസം ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. നമ്മളെ ഫസ്റ്റ് നോർമൽ സർക്യൂട്ടിലാണെന്നുണ്ടെങ്കിൽ R1 R2 എന്നീ രണ്ട് പ്രതിരോധങ്ങൾ അവിടെ ഉണ്ട്, ഒരു ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പക്ഷെ ഷോർട്ട് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, R1 എന്ന് പറയുന്ന ഒരൊറ്റ പ്രതിരോധമാണുള്ളത്, R2 എന്തില്ല, പ്രതിരോധമില്ല. അതായത് R2-ൻ്റെ അവിടെ പ്രതിരോധമില്ലാത്ത സ്ഥിതിക്ക് എന്താ സംഭവിക്കുക, നമുക്കറിയാം ഒരു ബാറ്ററിയിലെ ഒരു പ്ലസ് N2 ഉണ്ടായിരിക്കും, ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും, നെഗറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും. പ്രതിരോധമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടും. അങ്ങനെയാകുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്. നോക്കൂ, അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നോർമൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ബാറ്ററിക്കിടയിൽ പ്രതിരോധമുണ്ട്. എന്നാൽ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ
രണ്ട് ബാറ്ററിയില്ല, ഒരു ബാറ്ററിക്കിടയിൽ പ്രതിരോധമുണ്ട്. പോസിറ്റീവും നെഗറ്റീവും ടെർമിനലിനിടയിൽ പ്രതിരോധമുണ്ട്. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോൾ എന്തില്ല, ഈ പോസിറ്റീവും നെഗറ്റീവും ടെർമിനലുകൾക്കിടയിൽ എന്തില്ല, പ്രതിരോധമില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, കൂടുതൽ വൈദ്യുതി അതിലൂടെ ഒഴുകാനുള്ള സാഹചര്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇഫ് ദ പോസിറ്റീവ് ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് എ ബാറ്ററി ഓർ ദ ടു വയേഴ്സ് ഓഫ് മെയിൻസ് ആർ കം ഇൻ ടു കോൺടാക്ട് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് എ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഇല്ലാതെ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനലോ അല്ലാന്നുണ്ടെങ്കിൽ മെയിൻസിൻ്റെ രണ്ട് വയറുകളോ തമ്മിൽ കോണ്ടാക്റ്റിൽ വരികയാണ്, അങ്ങനെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഒരു റീസണാണ് നമ്മുടെ ഇലക്ട്രിക് ഉപകരണങ്ങളിൽ അനുവദനീയമായതിൽ കൂടുതൽ വൈദ്യുതി പ്രവഹിക്കാനുള്ള. ഇനി രണ്ടാമത്തെ ഒരു റീസണാണ് പറയുന്നത് ഓവർലോഡിങ്. ഓവർലോഡിങ് എന്താണ് നോക്കൂ, ഒരു പ്ലഗ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ് ഉണ്ട്, ഇതിൽ തന്നെ ഒരുപാട് നമ്മൾ ഉപകരണങ്ങൾ കണക്ട് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പവർ സോഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു പ്ലഗിൽ താങ്ങാവുന്ന ഒരു പരിധി ഉണ്ടായിരിക്കും. ഇപ്പം ചിലത് ഒരു 2000 വാട്ടാണ് താങ്ങാവുന്ന പരിധി എന്ന് വിചാരിക്കൂ. നമ്മൾ അതിൽ ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇതേപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിക്കുക, ഇതിനെ താങ്ങാവുന്നതിലപ്പുറം പവർ എവിടെ എത്തും, ഈ പ്ലഗിലേക്ക് എത്തും അല്ലേ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർലോഡിങ് എന്ന് പറയുന്നത്. ചിത്രം കണ്ടാൽ വളരെ കൃത്യമാണ്. ഒരൊറ്റ പ്ലഗിൽ നിന്ന് നമ്മൾ ഒരുപാട് കണക്ഷൻ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു പവർ ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ കൂടുതൽ പവറാണ് അവിടേക്ക് എത്തപ്പെടുന്നത് ആണല്ലോ. അപ്പോൾ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലും അധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓവർലോഡിങ് എന്ന് പറയുന്നത്. A circuit is said to be overloaded if the total power of all the appliances connected to it is more than what the circuit can withstand. അല്ലേ, അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു സർക്യൂട്ട് നമ്മൾ വീട്ടിലെ ഓരോ സർക്യൂട്ടും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഓരോ സർക്യൂട്ടിലും താങ്ങാവുന്ന പരിധി ഉണ്ട് എന്ന്. പക്ഷെ അതിൽ കൂടുതൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, കൂടുതലായിട്ട് വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അങ്ങോട്ടേക്ക് ഒഴുകണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പരിധിയുടെ അപ്പുറത്തേക്ക് ഇതെത്തും. അങ്ങനെയാകുമ്പോഴും അവിടെ എന്തുണ്ടാവും, എക്സസ് ആയിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ രണ്ട് കാരണങ്ങളാണ്, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങുമാണ് എക്സസ് ഇലക്ട്രിസിറ്റി നമ്മുടെ എന്ത് സംഭവിക്കുന്നത്, ഒരു ഇലക്ട്രിക് അപ്ലയൻസസിലൂടെ ഒഴുകാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് നമ്മളെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദർ ഈസ് ഓവർലോഡിങ് ഓർ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇൻക്രീസസ് അല്ലെ, കറണ്ട് ഇൻക്രീസ് ചെയ്യപ്പെടും. എക്സസ് ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. കൂടുതൽ കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, എക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് താപം അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഒരുപാട് താപം ജനറേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ പറഞ്ഞു ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ലോ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ താഴ്ന്ന ദ്രവണാങ്കമുള്ള വയറുകളാണ് എന്ന്. അതെന്തായാലും അത് മെൽറ്റായി തുടങ്ങും. അങ്ങനെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ആവും അല്ലെങ്കിൽ ഫ്യൂസ് വയർ കട്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ചില സമയത്ത് ഫ്യൂസ് കട്ടാവുമ്പോൾ ആ ഫ്യൂസ് നമ്മൾ ഊരി നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണുന്നത്, വയർ അവിടെ മുറിഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് സുരക്ഷാ ഫ്യൂസുകൾ അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസുകൾ നമ്മുടെ ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് നമ്മൾ സേഫ്റ്റി ഫ്യൂസുകൾ അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസുകൾ എന്ന് വിളിക്കുന്നു, എങ്ങനെയാണ് ഇത് നമ്മുടെ സർക്യൂട്ടുകളെയും നമ്മളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളെടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതണം, ഒരു സർക്യൂട്ടിൽ എക്സസ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ വൈദ്യുതി പ്രവഹിക്കാനുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന് ഓവർലോഡിങ്ങും രണ്ടാമത്തത് ഷോർട്ട് സർക്യൂട്ടുമാണ്. കൂടുതലായിട്ട് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും, കൂടുതലായിട്ട് ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഫ്യൂസ് വയറുകൾ എന്ന് പറയുന്നത് താഴ്ന്ന ദ്രവണാങ്കമുള്ള ആളുകളാണ്, അവർ ഉരുകിപ്പോവും. അങ്ങനെ സർക്യൂട്ട് ബ്രേക്ക് ആവും. അങ്ങനെ എക്സസ് ആയിട്ടുള്ള വൈദ്യുതി ഉപകരണങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞ് നമ്മുടെ ഉപകരണങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് നമ്മളവിടെ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു ഓരോ ഫ്യൂസും താങ്ങാവുന്ന, നമ്മൾ
ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ നമ്മളൊരു പരിധി നിശ്ചയിക്കും. ഇത്രയും ഇപ്പോൾ ഒരു ഫ്യൂസ് ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഫ്യൂസ് ഉണ്ട്. ഇത് ഞാൻ പറയുകയാണ് ഒരു 10,000 വോട്ടാണ് അതിന് താങ്ങാൻ കഴിയുന്നത് എന്ന് വിചാരിക്കും. അങ്ങനെയാകുമ്പോൾ എപ്പോഴും അതിലൂടെ ഒഴുകുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഈ 10,000 വോട്ട് പവറിനേക്കാൾ താഴെയുള്ള വൈദ്യുതി മാത്രമാണ് അതിലേക്ക് ഒഴുകുള്ളൂ അല്ലേ? അതിൽ താഴെ അല്ലെങ്കിൽ ഒരു 10,000 വോട്ടിൽ താഴെയുള്ള വൈദ്യുതി മാത്രമാണ് ഒഴുകുന്നത്. അതിനേക്കാൾ കൂടുതലുള്ള ഒരു പവർ അവിടേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഫ്യൂസ് ബ്രേക്ക് ആയി പോകുന്നത് അല്ലെങ്കിൽ ഫ്യൂസ് കട്ടായി പോകുന്നത് അല്ലേ? അപ്പോൾ ഒരു ആംപിയറേജ് എന്നാണ് പറയുക. അതായത് ഒരു എന്താ പറയുക, ഓരോ ഫ്യൂസിനും ഓരോ ആംപിയറേജ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഫ്യൂസിൻ്റെ ഈ ആംപിയറേജ് എന്ന് നോക്കാം. ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംപിയറേജ്. നമുക്കറിയാം ഓരോ ഉപകരണങ്ങൾക്കും ഓരോ പവർ ഉണ്ട്, അതും അതിൽ കൊടുക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ അനുപാതമാണ് അതിൻ്റെ ആംപിയറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫ്യൂസും ഡിസൈൻ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആംപിയറേജിലായിരിക്കും. അതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് സംഭവിക്കുകയാണ്? വൈദ്യുതി അവിടേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ പവർ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന സമയത്താണ് ഫ്യൂസ് വയർ കട്ടായി പോകുന്നത്. സോ ആംപിയറേജ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പവർ ഓഫ് എൻ എക്യുപ്മെൻറ്റ് ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. അപ്ലൈ ചെയ്ത വോൾട്ടേജിനും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റിൻ്റെ പവറിനും അപ്ലൈ ചെയ്ത വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ് എന്ത് എന്ന് പറയുന്നത്? ആംപിയറേജ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഗേജ് എന്നുള്ളതാണ്. ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ 2 കമ്പി ഉണ്ട് അല്ലേ? ഒന്ന് നല്ല തിക്കായിട്ടുള്ള കമ്പിയാണ്, ഒന്ന് നല്ല തിന്നായിട്ടുള്ള കമ്പിയാണ്. അപ്പോൾ തിക്കായിട്ടുള്ള കമ്പിയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കമ്പിയുടെ വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ കൂടുതലായിരിക്കുമല്ലോ തിക്കായിട്ടുള്ള കമ്പിയുടെ. തിന്നായിട്ടുള്ള കമ്പിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയമീറ്റർ വളരെ കുറവാണ്. അപ്പോൾ ചാലക കമ്പിയുടെ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസത്തിൻ്റെ വ്യുൽക്രമമാണ് ഗേജ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് ദ ഡയമീറ്റർ ഓഫ് കണ്ടക്ടർ, അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഗേജ് എന്ന് പറയുന്നത് അല്ലേ? അതിനെയാണ് നോക്കൂ, നല്ല തിക്കായിട്ടുള്ള ഒരു കമ്പിക്ക് ഗേജ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം വ്യുൽക്രമമാണ്. നല്ല തിന്നായിട്ടുള്ള ഒരു കമ്പിക്ക് ഗേജ് കൂടുതലുമായിരിക്കും അല്ലേ? അപ്പോൾ ഗേജ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. When gauge increases, thickness of the conductor decreases and hence amperage decreases. ഗേജ് കൂടുന്നതിനനുസരിച്ച് കമ്പിയുടെ തിക്നെസ് കുറയാണ്. കമ്പിയുടെ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംപിയറേജും കുറയാണ് ചെയ്യുക. അപ്പോൾ എന്താണ്? ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വ്യുൽക്രമമാണ് ഗേജ് എന്ന് പറയുന്നത്. ഗേജ് കൂടുമ്പോൾ ചാലക കമ്പിയുടെ കനം കുറയുകയും ആംപിയറേജ് കുറയുകയും ചെയ്യുന്നു. ഇനി ഒരു ഫ്യൂസ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ദ എൻഡ്സ് ഓഫ് ദ ഫ്യൂസ് വയർ ഷുഡ് ബി കണക്റ്റഡ് ഫേംലി അറ്റ് അപ്രോപ്രിയേറ്റ് പോയിന്റ്സ്. നമ്മൾ കണക്ട് ചെയ്യുന്ന ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്ന കാരിയർ ബേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വെള്ള സാധനം അല്ലേ, ആ ബേസിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആക്ച്വലി അതൊരു കളിമണ്ണ് കൊണ്ട് സിലിക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് താഴെ വീണാൽ പൊട്ടിപ്പോവും. ഇതിനെയാണ് നമ്മൾ കാരിയർ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ കറക്റ്റായിട്ട് വളരെ ഉറപ്പോടെ വേണം ഈ ഫ്യൂസ് വയറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്റ്റ് ഔട്ട് ഓഫ് ദ കാരിയർ ബേസ്. അതേപോലെ തന്നെ ഈ കാരിയർ ബേസിൻ്റെ പുറത്തേക്ക് എന്ത് സംഭവിക്കാൻ പാടില്ല? ഫ്യൂസ് വയർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല. മൂന്നാമത്തെ പോയിന്റാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടാണ് അല്ലെങ്കിൽ ശ്രേണി രീതിയിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്രേണി രീതിയും ആൻഡ് സമാന്തര രീതി അല്ലെങ്കിൽ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനെയും പറ്റിയിട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ സുരക്ഷാ ഫ്യൂസുകൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ശ്രേണി രീതിയിലാണ് അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ്. അപ്പോൾ എന്താ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ചില ഫ്യൂസ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇതിലേക്കുള്ള പവർ സോഴ്സും അവിടെ നിൽക്കും അല്ലേ? അതിനുള്ള കാരണം ഇതിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്? ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്യൂസ് കണക്ട് ചെയ്യേണ്ടത് ശ്രേണി രീതിയിലാണ് അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രിക്കോഷൻസ്. അപ്പോൾ നമ്മളെടുത്ത് ചോദിക്കാനുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. വൈദ്യുതിയുടെ താപബലം പ്രയോജനപ്പെടുത്തുന്ന 2 ഉപകരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് എന്താണ്? ഇലക്ട്രിക് ഹീറ്റർ, അതുപോലെ തന്നെ അയൺ ബോക്സ് പോലെയുള്ള ഹീറ്റിംഗ് കോയിലുകൾ ഉപയോഗിക്കപ്പെടുത്തുന്ന വൈദ്യുത താപന ഉപകരണങ്ങൾ. അതേപോലെ തന്നെ രണ്ടാമതാണ് സുരക്ഷാ ഫ്യൂസ്. ഇനി ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിളാണ് ഇൻഡക്ഷൻ കുക്കറും മൈക്രോവേവ് ഓവനും. ഇനി എന്താണ്
എന്താണ് ഇലക്ട്രിക് പവർ എന്ന് നമുക്കറിയോ അല്ലേ? എന്താണ് ഇലക്ട്രിക് പവർ? നമുക്കറിയാം ചില ബൾബ് 100 വോട്ടാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു ബൾബ് അല്ലേ? നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഒരു കാലത്ത് ഈ ബൾബുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് ഇത്തരം ബൾബുകളാണ്. അതിന് പകരം ഇപ്പോൾ CFL വന്നു. എന്താണ് CFLും നമ്മുടെ ബൾബും തമ്മിലുള്ള വ്യത്യാസം? CFL ആണെന്നുണ്ടെങ്കിൽ ഒരു 15 വോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് കിട്ടും അല്ലേ? നല്ല പ്രകാശം നമുക്ക് കിട്ടും. അപ്പം ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകരണം കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള വൈദ്യുതിയുടെ അളവിനെയാണ് അതിൻ്റെ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു 100 വാട്ട് ബൾബ് ഉണ്ട്. ഇതൊരു വാഷിംഗ് മെഷീനാണ് അല്ലേ? വാഷിംഗ് മെഷീനൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് യൂഷ്വലി 2000 വോട്ടിലാണ്, അതായത് 2000 വോട്ടിലാണ്. നോക്കൂ, ഏത് പ്രവർത്തിപ്പിക്കാനാണ്? നിങ്ങൾ ഒരു മണിക്കൂർ ഒരു ബൾബ് ഇടുമ്പോഴാണോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴാണോ കൂടുതൽ വൈദ്യുതി നമുക്ക് ചിലവാകുന്നത്? കൂടുതൽ വൈദ്യുതി ചിലവാകുന്നത് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതിനുള്ള കാരണമാണ് ഇതിൻ്റെ പവർ, അതായത് വൈദ്യുതിയുടെ ഈ വൈദ്യുത ബൾബുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബുകളുടെ പവർ വാഷിംഗ് മെഷീനെ സംബന്ധിച്ച് എന്താണ്? കുറവാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ അതിനുണ്ട് ഇലക്ട്രിക് ബൾബുകൾ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ CFLിലേക്ക് വരുമ്പോഴും നമ്മൾ പറഞ്ഞു 100 വോട്ടുള്ള നോർമൽ ടങ്സ്റ്റൺ ഫിലമെൻ്റുള്ള ബൾബിനേക്കാൾ CFLോ അല്ലെങ്കിൽ LED ബൾബുകളോ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് പവർ വളരെ കുറവാണ്. 4 വാട്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു 15 വാട്ടൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. അതായത് അവിടെ വളരെ കുറച്ച് വൈദ്യുതി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജം. ഒരു ഉപകരണം യൂണിറ്റ് സമയത്തിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് എന്ത് എന്ന് പറയുന്നത്? അതിൻ്റെ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ അപ്ലയൻസസ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് പവർ കാണുന്നത് പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ പ്രവൃത്തി ബൈ സമയമാണ് പവർ എന്ന് പറയുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ യൂണിറ്റ് ഓഫ് പവർ എന്താണ്? ജൂൾ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ഈ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ വാട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ? നമ്മൾ ഇനി ബൾബിലൊക്കെ കാണുമ്പോൾ അതിൻ്റെ വാട്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും എന്താണ് വൈദ്യുതി ആയിരിക്കും യൂണിറ്റ് സമയത്തിൽ ആ പെർട്ടിക്കുലർ ബൾബ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് യൂണിറ്റ്? ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് എന്ന് പറയും. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് ആണത്. ഇനി പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ W/T അല്ലെങ്കിൽ പ്രവൃത്തി ബൈ സമയമാണെന്ന്. ജൂൾസ് ലോ പ്രകാരം അവിടെ വർക്കിനെ നമ്മൾക്ക് ഹീറ്റായിട്ട് മാറ്റാൻ പറ്റും അല്ലേ? അപ്പം H/T എന്ന് പറയും. Hനെ ജൂൾസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ I²RT ആണ്. അപ്പം I²RT/T എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ പവർ എന്ന് പറയുന്നത് I²R ആണ്. അപ്പോൾ പവറിന് ഒരു ഇക്വേഷൻ കിട്ടി, പവർ P = I²R ആണ്. പക്ഷേ Hന് നിങ്ങൾ I²RT എന്നല്ലാതെ വേറെ 2 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? V²/RT എന്നും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ VIT എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവിടെയും നമുക്ക് ഇതിന് സമാന്തരമായിട്ടുള്ള ഇക്വേഷൻസ് കിട്ടേണ്ടതല്ലേ? നോക്കൂ, പവറിനെ ഞാൻ V²/RT എന്ന് പറയുന്ന ഇക്വേഷൻ, Hനെ ഞാൻ V²/RT എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ കൊടുക്കുമ്പോൾ എനിക്ക് പവറിൻ്റെ ഇക്വേഷൻ എന്തായിട്ടാണ് കിട്ടുന്നത്? പവർ P = V²/R ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, പവർ H = VIT. അത് നമ്മളിവിടെ പുട്ട് ചെയ്യാൻ പോവുകയാണ്. H = VIT എന്ന് പറയുന്ന ഇക്വേഷൻ അവിടെ പുട്ട് ചെയ്യുമ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്തായി? V × I, വോൾട്ടേജ് × കറൻറ്റ് എന്നായി. സോ പവറിന് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. P = I²R, P = V²/R, then P = V × I. ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കിട്ടുന്നത് ജൂൾസ് ലോയുടെ Hൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ചെയ്യാനുള്ള വഴികളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം വൈദ്യുതി താപന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഉപയോഗപ്പെടുത്തുന്ന ഉപകരണങ്ങളെ പറ്റി പറഞ്ഞു. അതിലൊരു മെയിൻ പാർട്ട് കണ്ടു, ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിൽ നിക്രോം ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നിക്രോം ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കപ്പെടുത്താനുള്ള കാരണങ്ങളെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു.
2 ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത ഉപകരണങ്ങളായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറും അതുപോലെ തന്നെ മൈക്രോവേവ് ഓവനും ഉണ്ടായിരുന്നു. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് സുരക്ഷാ ഫ്യൂസുകൾ അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസുകളെ പറ്റിയിട്ടാണ്. എങ്ങനെയാണ് സേഫ്റ്റി ഫ്യൂസുകൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് ഒരു സർക്യൂട്ട് എക്സസ് ആയിട്ട് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അത് ബ്രേക്ക് ആവുന്നത് എന്നും നമ്മൾ കണ്ടു. അതേപോലെ ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നും ഓവർ വോൾട്ടേജ് എന്താണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്, ഇലക്ട്രിക് പവറിലേക്ക് വരുന്നത്. ഇലക്ട്രിക് പവർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻസും നമ്മൾ കണ്ടു. ഇലക്ട്രിക് പവർ എന്തായിരുന്നു? യൂണിറ്റ് സമയത്തിൽ ഒരു ഇലക്ട്രിക് ഉപകരണം, ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന, കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ്, വൈദ്യുതിയുടെ അളവ് അല്ലെങ്കിൽ വൈദ്യുതോർജ്ജത്തിന്റെ എമൗണ്ടിനെയാണ് എന്ത് എന്ന് പറയുന്നത്, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പവറിന്റെ 3 ഇക്വേഷൻസ് ആണ്. P is equal to I square R, P is equal to V square by R and P is equal to V into I. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തോടു കൂടി നമ്മുടെ ഇലക്ട്രിക് എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ്, വൈദ്യുതിയുടെ താപബലം ഇവിടെ തീർന്നു. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് വൈദ്യുതിയുടെ പ്രകാശബലത്തെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു. See you with next lesson. Let's ignite your passion and spread the knowledge. Okay, see you.